സ്നേഹമുള്ളവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള 7 വ്യത്യസ്ത രംഗങ്ങളിലൂടെ പീലാത്തോസിൻ്റെ അരമനയ്ക്കകത്തും പുറത്തുമായി കുരിശുമരണത്തിനായി കർത്താവിനെ വിധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വചനഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ട്. സമാന്തര സുവിശേഷങ്ങളായ മത്തായിയും മർക്കോസും ലൂക്കായും തമ്മിൽ പെസഹ ഭക്ഷിച്ചതിനു ശേഷമാണ് കർത്താവ് പ്രാർത്ഥിക്കാനായി ഗത്സമൻ തോട്ടത്തിലേക്ക് പോകുന്നത് എന്നും അവിടെ വെച്ചാണ് യഹൂദന്മാരും പടയാളികളും ചേർന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് അന്നാസിൻ്റെ അടുക്കലേക്കും തുടർന്ന് പീലാത്തോസിൻ്റെ അടുക്കലേക്കും കുരിശുമരണത്തിന് വിധിക്കാനായി കൊണ്ടുപോകുന്നത് എന്നുള്ളതുമാണ് സമാന്തര സുവിശേഷകന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരാമർശമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കാരണം പെസഹ തിരുനാളിന് മുൻപാണ് കർത്താവിനെ യഹൂദന്മാരും പടയാളികളും ചേർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നും കർത്താവിൻ്റെ അറസ്റ്റിനു ശേഷമാണ് പെസഹ അവർ ആചരിച്ചത് എന്നുമുള്ള ഒരു പരാമർശം 4-ാം സുവിശേഷകനായ യോഹന്നാൻ വ്യക്തമായി നൽകുന്നുണ്ട്. ആ വചനമാണ് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വചനം ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിലും കാണാനായി സാധിക്കും. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. കർത്താവിനെ അറസ്റ്റ് ചെയ്ത് യഹൂദന്മാരും പടയാളികളും ചേർന്ന് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ അശുദ്ധരാകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന കുറ്റം അവരുടെ മേൽ ചാർത്തപ്പെടാതിരിക്കണം. അങ്ങനെ പാപലേശമില്ലാതെ പെസഹ ആചരിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണഗതിയിൽ ആണ്ടുകുമ്പസാരം എന്നൊക്കെ പറയുമെങ്കിലും ഈസ്റ്ററിന് ഒരുക്കമായി കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിന് മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന പതിവ് നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുമസിനൊരുക്കമായും നമ്മൾ സാധാരണഗതി 25 നോമ്പൊക്കെ നോറ്റ് പ്രാർത്ഥിച്ച് അനുരഞ്ജനമെന്ന കുദാശയിലൂടെ പാപങ്ങൾ കഴുകി കർത്താവിൻ്റെ പിറവിത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന പിറവിത്തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുമ്പസാരമെന്ന കൂദാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തയ്യാറാകുന്ന സമയമായി നമ്മൾ കാണാറുണ്ട്. പാപമില്ലാതെ, ദ്വേഷമില്ലാതെ, തെറ്റില്ലാതെ തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് യഹൂദന്മാരുടെ ഇടയിലും അവരുടെ ചിന്ത അതായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വലിയ തിരുനാളുകളിലൊന്നായ പെസഹ തിരുനാൾ വരുന്നു എന്ന കാരണത്താൽ ആ പെസഹ തിരുനാളിന് തങ്ങളെ തന്നെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ ചിന്തയാണ് അവർ പ്രത്തോറിയത്തിനകത്ത് കർത്താവിനെ കയ്യാമം വെച്ച് അതല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാഗം അവർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. ഈശോയുടെ കുരിശുമരണ ദിവസത്തെ സംബന്ധിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷവും സിനാപ്റ്റിക് ഗോസ്പൽ റൈറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ദൈവശാസ്ത്രപരമായും അതോടൊപ്പം തന്നെ ഈ സുവിശേഷകന്മാരുടെ ഓഡിയൻസ്, പ്രേക്ഷകരാരാണ് എന്നതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും.
സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ പെസഹാ തിരുനാളിൽ ശിഷ്യരോടൊന്നിച്ച് പെസഹാ ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് പീഡാനുഭവത്തിലേക്ക് കടന്നത് എന്ന പരാമർശം വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ്റെ വിവരണമനുസരിച്ച് ഈശോ പീലാത്തോസിന് മുമ്പിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ പെസഹാ ഭക്ഷണം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ പരാമർശമാണ് അശുദ്ധരാകാതെ പെസഹാ ഭക്ഷിക്കേണ്ടതിന് എന്നു പറഞ്ഞുള്ള യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 28b നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചരിത്രപരമായി ഏത് വിവരണമാണ് ശരിയായിട്ടുള്ളത് എന്നത് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു തർക്ക വിഷയമായി നിലനിൽക്കുന്നു എന്നുള്ളതും ഞാൻ നിങ്ങളെ ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇത് രണ്ടു തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന കാരണത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: സുവിശേഷകന്മാരുടെ ദൈവശാസ്ത്രപരമായ ഊന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസമുണ്ടായിരിക്കുന്നത്. 4 പേരും സാക്ഷ്യപ്പെടുത്തുന്നത് ഒരേ കാര്യമാണ്. പക്ഷെ 4 വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്നുകൊണ്ടാണ് മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും, സുവിശേഷകന്മാർ 4 പേരും കർത്താവിനെയും അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ദൈവശാസ്ത്രപരമായ പഠനങ്ങളെയും അവതരിപ്പിക്കുന്നത് എന്ന കാരണത്താലാണ് ഇപ്രകാരമുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത് എന്നതും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ സമാന്തര സുവിശേഷങ്ങൾ പെസഹ അത്താഴത്തിനും പരിശുദ്ധ കുർബാന സ്ഥാപനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ മരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ദൈവശാസ്ത്രപരമായ 2 സിഗ്നിഫിക്കൻസിൻ്റെ പ്രശ്നമാണ്. ഏതാണ് പ്രധാന പ്രമേയം എന്നതാണ്. ഊന്നൽ നൽകുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളതാണ്. നമുക്കറിയാലോ, സാധാരണ ഞായറാഴ്ച കുർബാനകളിൽ ഓരോ ദേവാലയത്തിലും ഓരോ വൈദികനും ഒരേ വചനഭാഗം തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ സഭയ്ക്ക് അതിൻ്റെ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് വായനകൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യത്തെ വായനയും 2ാം വായനയും ലേഖനവും അതുപോലെ സുവിശേഷവും കൃത്യമായി എല്ലാ ദേവാലയങ്ങളിലും വായിക്കേണ്ടത് ഒരേ ദിവസം ഒരേ ഭാഗമാണ്. പക്ഷേ എല്ലാ അച്ഛന്മാരും പറയുന്ന ഒരേ പ്രസംഗമാണോ? അല്ല. അവരവരുടെ ദൈവശാസ്ത്രപരമായ ഊന്നൽ എവിടെയാണ് എന്നുള്ളതും ആ അച്ഛനെ കേൾക്കുന്ന ഇടവക സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതനുസരിച്ച് കോണ്ടെക്സ്ച്വലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോ വൈദികനും കാർമ്മികനും ദൈവവചന ശുശ്രൂഷകനും വചനവ്യാഖ്യാനം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സുവിശേഷകന്മാർ 4 പേരും. അതിൽ സമാന്തര സുവിശേഷകന്മാർ ഏകദേശം ഒരേ രീതിയിൽ തന്നെ പെസഹ ആചരണത്തിനു ശേഷം കർത്താവ് പ്രാർത്ഥിക്കാനായി ഗത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ യോഹന്നാൻ്റെ ഊന്നൽ എന്നുള്ളത് പെസഹ അല്ല, കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമല്ല, മറിച്ച് കർത്താവിൻ്റെ കുരിശുമരണമാണ്. യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം കർത്താവിൻ്റെ കുരിശുമരണമാകുന്നതിൻ്റെ കാരണം യോഹന്നാൻ്റെ ദൈവശാസ്ത്രം ഹെവിലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ്. കർത്താവിൻ്റെ മഹത്വീകരണമാണ് കുരിശിൽ സംഭവിക്കുന്നത്, കുരിശുമരണത്തോടുകൂടെ ഉണ്ടായത് എന്ന് യോഹന്നാൻ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് പെസഹ കുഞ്ഞാടുകൾ ജെറൂസലേം ദേവാലയത്തിൽ കൊല്ലപ്പെടുന്ന സമയത്തു തന്നെ പുതിയ പെസഹ കുഞ്ഞാടായി ഈശോ കുരിശിൽ കൊല്ലപ്പെടുന്നു എന്ന് കാണിക്കാനാണ് യോഹന്നാൻ സുവിശേഷകൻ ഇപ്രകാരം വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? പഴയ നിയമത്തിൽ യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് പെസഹ തിരുനാളിൽ കുഞ്ഞാടുകൾ കൊല്ലപ്പെടുന്ന സമയമുണ്ട്, അറക്കപ്പെടുന്ന ബലിയർപ്പിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെയും പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ ഈശോയും കൊല്ലപ്പെടുന്നു. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. എന്ന് പറഞ്ഞാൽ പെസഹ തിരുനാളിനു ശേഷം കുരിശുമരണം എന്നുള്ള സമാന്തര സുവിശേഷകന്മാരുടെ ലൈൻ വിട്ട് പെസഹായോടൊപ്പം തന്നെ
കുഞ്ഞാടുകൾ ബലിയർപ്പിക്കപ്പെടുന്ന പഴയ നിയമത്തിൻ്റെ യഹൂദ പാരമ്പര്യത്തോട് ചേർത്ത് പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ യേശു കർത്താവും അർപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അറക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, ഇത് യോഹന്നാൻ സുവിശേഷകൻ്റെ ഇപ്രകാരമുള്ള വ്യത്യസ്തമായ ഒരു സുവിശേഷ വീക്ഷണത്തിൻ്റെയും ദൈവശാസ്ത്ര സമീപനത്തിൻ്റെയും ഊന്നൽ കൊടുക്കുന്നതിലുള്ള വ്യത്യാസമാണ് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെയൊന്നും വസ്തുതാപരമായോ ക്രൊണോളജിക്കലായോ ചരിത്രപരമായ ഗ്രന്ഥമായിട്ടോ അല്ല വിശുദ്ധ ബൈബിളിനെ നമ്മൾ കാണുന്നത് എന്നുള്ളതും ഒപ്പം പ്രസ്താവിക്കേണ്ട കാര്യമാണ്. ഇത് വിശ്വാസവർദ്ധനവിന് വേണ്ടി ദൈവനിവേശിതമായി നൽകപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് യഹൂദർ ഈശോയെ പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തത് അവിടുത്തെ ബോധപൂർവം കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം യഹൂദന്മാർക്ക് കുരിശ് തറച്ച് കൊല്ലാൻ ഉള്ള രീതികളില്ല. അത് അവരുടെ സമ്പ്രദായമല്ല, പാരമ്പര്യമല്ല. എന്നാൽ റോമൻ നിയമം അനുസരിച്ച്, അവരുടെ വിധി തീർപ്പനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് കുരിശുമരണമാണ്. അതുകൊണ്ട് ആ വധശിക്ഷയ്ക്ക്, കുരിശുമരണത്തിന് കർത്താവിനെ അർഹനാക്കുക എന്നുള്ളതായിരുന്നു യഹൂദന്മാരുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. വധശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റാരോപണമാണ് പീലാത്തോസിൻ്റെ മുൻപിൽ അവർ നടത്തിയത്. എന്താ അവർ പറഞ്ഞ കുറ്റം? അവൻ സ്വയം രാജാവാണ് എന്ന് പറയുന്നു. ആരെങ്കിലുമൊക്കെ സ്വയം രാജാവാണ് എന്ന് പറയുന്നെങ്കിൽ അവൻ സീസറിനെതിരായി പാപം ചെയ്യുന്നു, തെറ്റു ചെയ്യുന്നു എന്നുള്ളതാണ് റോമാക്കാരുടെ വിധി തീർപ്പ് എന്ന് പറയുന്നത്. സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റ് രാജാവില്ല എന്നുള്ള സൂക്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയും സീസർ അല്ലാതെ യേശു രാജാവാണെന്ന് സ്വയം പ്രസ്താവിക്കുന്നു. സ്വയം രാജാവാണ് എന്ന് യേശു പറഞ്ഞു എന്നുള്ളതാണ് റോമ ചക്രവർത്തിയായ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന കർത്താവിനെ നിർത്തിയിട്ട് യഹൂദന്മാർ പറയുന്ന കുറ്റാരോപണം എന്നുള്ളത്. ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ അവർ ഈശോയിൽ ആരോപിച്ചത് ദൈവദൂഷണമാണ്. മനസ്സിലായോ? നിങ്ങളിവിടെ ഒരു ട്രിക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. വളരെ കണ്ണിങ് ആണ് യഹൂദന്മാരിവിടെ. കർത്താവിനെ പ്രധാന പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു അവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതാണ്. മതപരമായ ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് ദൈവദൂഷണത്തിനെതിരാണ്, ദൈവത്തിനെതിരെ പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് പ്രധാന പുരോഹിതന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യഹൂദന്മാർ പറയുന്നു ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ബ്ലാസ്ഫെമി. അതാണ് കർത്താവിൻ്റെ മേൽ യഹൂദന്മാർ ആരോപിക്കുന്ന കുറ്റമെങ്കിൽ, റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പീലാത്തോസിനോട് പറയുന്നത് ഇവൻ സ്വയം രാജാവാണെന്ന് പറയുന്നു എന്നാണ്. എന്താ? രണ്ട് വ്യത്യസ്തമായ ആരോപണങ്ങളാണ് വ്യത്യസ്തങ്ങളായ നിലകളിലുള്ള വിധി തീർപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് അവരാരോപിക്കുന്നത്. ഒന്ന് ഒരു മതപരമായ മതകോടതിയുടെ മുൻപിലാണ്, മറ്റൊന്ന് രാഷ്ട്രീയമായ രാഷ്ട്രത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ മുമ്പിലാണ്. മതകോടതിയുടെ മുമ്പിൽ ദൈവദൂഷണം ആരോപിക്കുന്നു, രാഷ്ട്രത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ സ്വയം രാജാവാണ് എന്ന് അവൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്രകാരം വ്യത്യസ്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് കർത്താവിനെതിരായി യഹൂദന്മാർ നടത്തുന്നത്. എന്നാൽ അത് പീലാത്തോസിൻ്റെ മുൻപിൽ വധശിക്ഷയ്ക്ക് കാരണമാവുകയില്ല. എന്ത്? ദൈവദൂഷണം എന്നുള്ളത്. ആ ബോധ്യത്തിലാണ് അവർ രാജാവായി ഇവൻ സ്വയം അവരോധിക്കുന്നു എന്ന കുറ്റം കണ്ടുപിടിച്ച് കർത്താവിൽ ചാർത്തിക്കൊടുക്കുന്നത്. മനസ്സിലായോ? മതപരമായ മതവിശ്വാസത്തിനെതിരായ ഒരു കുറ്റമാണ് ആരോപിക്കുന്നത് എങ്കിൽ അത് പീലാത്തോസ് എന്നുള്ള ഭരണാധികാരിയുടെ മുമ്പിൽ കുറ്റമായി നിലനിൽക്കില്ല എന്ന് കാണുന്നത് കൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, ഇല്ലാതാക്കണം, ക്രൂശിക്കണം എന്നുള്ള ചിന്തയോടെയാണ് യഹൂദന്മാർ കർത്താവിൻ്റെ മേൽ അവൻ രാജാവാണ് എന്ന് പറയുന്നു, സ്വയം രാജാവായി അവരോധിക്കുന്നു എന്നുള്ള കുറ്റം ചുമത്തുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇവിടെ യഹൂദര് സത്യത്തെ വളച്ചൊടിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെ സത്യത്തെ വക്രീകരിക്കുന്നു, വളച്ചൊടിക്കുന്നു. അതുപോലെ തന്നെ അവർ ദൈവത്തിൻ്റെ രാജത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ രാജത്വത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ
പുരോഹിത പ്രമുഖന്മാർ പറയുന്നത് എന്താ? 19-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. ഇതാണ് അവരുടെ സൂക്തം എന്ന് പറയുന്നത്. സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രാജാവില്ല. സീസർ എന്നുള്ളത് റോമൻ ചക്രവർത്തിമാർക്കുള്ള പൊതുവായ പേരാണ് കേട്ടോ, ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പേര് മാത്രമല്ല. അഗസ്റ്റസ് സീസർ എന്നുള്ളത് അഗസ്റ്റസ് ആണ് പേര്. സീസർ എന്നുള്ളത് ആ സ്ഥാനപ്പേരായി നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ റോമൻ ചക്രവർത്തിമാർക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിരുന്ന സ്ഥാനപ്പേരാണ് സീസർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജൂലിയസ് സീസർ നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെയും റോമ ചക്രവർത്തിമാരാണ്. അതുകൊണ്ടാണ് സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രാജാവില്ല എന്ന് 19-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ അവർ ഏറ്റുപറയുന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. ദൈവം മാത്രമാണ് രാജാവ് എന്ന നിലപാടിലായിരുന്ന യഹൂദ ജനതയെക്കുറിച്ച് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ എഴുതി വച്ചിട്ടുണ്ടല്ലോ, ദൈവം മാത്രമാണ് രാജാവ്. ഇതാണ് 1 സാമുവേൽ 12:12 ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. ദൈവമല്ലാതെ മറ്റൊരു രാജാവില്ല. എന്നാൽ ഇവിടെ അവർ ആരോപിക്കുന്നത് എന്താ? സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. ഇവിടെ ദൈവത്തിൻ്റെ രാജത്വം അവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ് യഹൂദന്മാർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ രാജത്വത്തെ നിഷേധിച്ചുകൊണ്ട് സീസറിൻ്റെ മുൻപിൽ അടിയറ പറയുന്നു. മനുഷ്യൻ്റെ മുമ്പിൽ, കേവലം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്ന, ദൈവത്തെ വേണ്ടെന്ന് വെക്കുന്ന, അവൻ്റെ രാജത്വത്തെ തള്ളിപ്പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ എല്ലാം കാരണം അവർക്ക് ഈശോയോടുള്ള കടുത്ത വിദ്വേഷവും വെറുപ്പുമാണ് എന്നുള്ളതും വ്യക്തമാണ്. കാരണം അവൻ അവരുടെ മതപരമായ പാരമ്പര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് യഹൂദ മതമേലധ്യക്ഷന്മാരെ വിരളി പിടിപ്പിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും. മറുവശത്ത് നാം ദർശിക്കുന്നത് യഹൂദ പ്രമാണികളുടെ മതനിഷ്ഠയാണ്. എന്ന് പറഞ്ഞാൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരേ സമയം മതതീക്ഷ്ണതയും എന്നാൽ മനുഷ്യവിദ്വേഷവും വച്ചു പുലർത്തുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഒരുപോലെ അപകടകരമാണ് എന്ന് പറയാതെ വയ്യ. ഒരു വശത്ത് മതതീക്ഷ്ണത അല്ലെങ്കിൽ മതപരമായ വിഭാഗീയത, വർഗീയത, ഭീകരത വളർത്തുകയും മറുവശത്ത് മനുഷ്യവിദ്വേഷം വളർത്തുകയും ചെയ്യുന്ന മനുഷ്യർ. നമ്മുടെ ആധുനിക ഇന്ത്യയുടെ സാഹചര്യങ്ങളിലും ഇപ്രകാരമുള്ള ചില ട്രെയ്റ്റ്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അരക്ഷിതമാക്കുന്നുണ്ട് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ചിലരെങ്കിലുമൊക്കെ മതതീക്ഷ്ണത കൊണ്ട് അന്ധരായി തീർന്നിരിക്കുന്നു. എൻ്റെ മതവിശ്വാസം മാത്രമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവയെ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ അത് വർഗീയതയായി വളരുമെന്ന് മനസ്സിലാക്കുക. അപ്രകാരമുള്ള ചിന്താഗതി വളരുന്ന മനുഷ്യരുടെ ഇടയിൽ അവരറിയാതെ തന്നെയും മാനുഷികമായ വിദ്വേഷം വളരുന്നു എന്നുള്ളതാണ്. മനുഷ്യനെതിരായിത്തീരുന്നു. അപ്രകാരമുള്ള രാഷ്ട്രീയവും മതവും തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. വിഭാഗീയതകൾക്കും വർഗീയതകൾക്കും ഭീകരവാദത്തിനും നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല എന്ന് ഓരോ വ്യക്തികളും, ഓരോ മതങ്ങളും, ഓരോ രാഷ്ട്രീയ പാർട്ടികളും കൃത്യതയോടുകൂടെ ഉറക്കെ നിലപാട് പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഒരേ സമയം മതതീക്ഷ്ണതയും മനുഷ്യവിദ്വേഷവും വച്ചു പുലർത്തുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന 18-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പീലാത്തോസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്കേൽപ്പിക്കുമായിരുന്നോ എന്ന മറുചോദ്യമാണ് 18-ാം അധ്യായം 30-ാം തിരുവചനത്തിലൂടെ യഹൂദന്മാർ പീലാത്തോസിനോട് പറയുന്ന കാര്യം. കർത്താവിനെ എങ്ങനെയെങ്കിലും
ഇല്ലാതാക്കുക. അത്രമാത്രം വലിയ ദേഷ്യം, വെറുപ്പ് യേശുവിനോട് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്ന കാര്യം. സഹോദരങ്ങളെ, വെറുപ്പ് നമ്മെ അന്ധമാക്കി കളയും. അത് ഏത് കാരണത്താലായിക്കൊള്ളട്ടെ. ഏതെങ്കിലും ദിവസത്തെ വാർത്താ പത്രങ്ങളോ അല്ലെങ്കിൽ TV ന്യൂസ് ചാനലുകളോ കൊലപാതകങ്ങളില്ലാത്ത വാർത്തകളുമായി വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. മിക്കവാറും എല്ലാ ദിവസവും ഒന്നിലധികം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസുകളായി പലപ്പോഴും TV ന്യൂസ് ചാനലുകളിലൂടെ നമ്മൾ കാണുന്നതും ഇപ്രകാരമുള്ള കൊലകളാണ്. മനുഷ്യനെ അന്ധമാക്കി കളയുകയാണ് വിദ്വേഷം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയും ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല എന്നുള്ള ബോധ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. മനുഷ്യ വിദ്വേഷം ഇല്ലാത്തവരായി ജീവിക്കാനാണ് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കണമെന്നും കുരിശിൽ തൂക്കിക്കൊല്ലണമെന്നും യഹൂദന്മാരും പ്രധാന പുരോഹിതന്മാരും പറയുമ്പോൾ നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചുകൊള്ളുവിനെന്ന് പീലാത്തോസ് പറയുന്നുണ്ട്. ആരെയും വിധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് 31-ാമത്തെ വാക്യത്തിൽ അവർ മറുപടിയായി പറയുന്നത് എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. നോക്കിക്കേ, മതപരമായ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വത്തിന് വശംവദരാകുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈശോയെ വധിക്കണമെന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇവിടെ യഹൂദരിൽ നമ്മൾ കാണുന്നത്. ഒരേ സമയം മതനിഷ്ഠയും കടുത്ത വിദ്വേഷവും വച്ചു പുലർത്തുന്ന പ്രതീതിയാണ് ഈ രംഗം അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രംഗമാണ് 7 രംഗങ്ങളിൽ 1-ാം രംഗമായി നമ്മൾ കാണുന്ന കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്. പെസഹായിക്ക് മുൻപായി യഹൂദന്മാരും പ്രധാന പുരോഹിതനും യേശു കർത്താവിനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പീലാത്തോസിൻ്റെ അരമനയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് സംസാരിക്കുന്ന ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് 1-ാം രംഗത്തിൽ കർത്താവിനെ കുരിശുമരണത്തിന് വിധേയനാക്കണമെന്നുള്ള പ്രതിപാദനമാണ്. ഇനി നമ്മൾ 2-ാം രംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം രംഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 33 മുതൽ 38a വരെയുള്ള വചനഭാഗമാണ്. ആ വചനഭാഗം പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും എൻ്റെ കൂടെ അത് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വചനഭാഗം ഇതാണ്. യോഹന്നാൻ 18-ാം അധ്യായം 33 മുതൽ 38a വരെയുള്ള വചനഭാഗം. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനവും പ്രധാന പുരോഹിതന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകന്മാർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് ദീർഘമായ കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കർത്താവിനെ കുരിശുമരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിൻ്റെ രംഗങ്ങളിൽ 7 രംഗങ്ങളിൽ 2-ാം രംഗമാണ് കൊട്ടാരത്തിനകത്ത് സംഭവിക്കുന്ന
33 മുതൽ 38a വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ഈശോയുടെ രാജത്വത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് ഈശോയെ വിളിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. 33-ാമത്തെ വാക്യം, നീ യഹൂദരുടെ രാജാവാണോ? പീലാത്തോസ് റോമായുടെ ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നീ യഹൂദരുടെ രാജാവാണോ? നീ പറയുക. റോമൻ ഭരണകൂടത്തിന് ഭീഷണി ഉണർത്തുന്ന ഒരു ആരോപണമാണ് യഹൂദർ ഈശോയിൽ ആരോപിച്ചത്. ഇവൻ രാജാവാണെന്ന് പറയുന്നു, സ്വയം രാജാവാണ് എന്നവൻ അവകാശപ്പെടുന്നു എന്നുള്ളതാണ് അവർ കർത്താവിൻ്റെ മേൽ ആരോപിച്ച കുറ്റം. അതുകൊണ്ടാണ് പീലാത്തോസ് രാജത്വത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്നത്. നീ യഹൂദരുടെ രാജാവാണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈശോ വ്യക്തമായി പീലാത്തോസിനോട് പറയുന്നുണ്ട്. 36-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു ആ വചനഭാഗം. അതുകൊണ്ട് അത് റോമൻ അധികൃതർക്ക് ഒരു ഭീഷണിയാകുന്നില്ല എന്ന് പീലാത്തോസിന് മനസ്സിലായി. എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലുള്ളതല്ല എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ ഭരണാധികാരിയായ സീസറിന് അത് എതിരാകുന്നില്ല എന്നവൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് 38-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് പറയുന്നതിൻ്റെയും കാരണം ഇതാണ്. ഇത് റോമ രാജ്യത്തിനോ സീസർ എന്നുള്ളവരുടെ ചക്രവർത്തിക്കോ ഒരു തരത്തിലും ഭീഷണിയാകുന്ന ഒരു പ്രശ്നവുമില്ല. കാരണം കർത്താവ് യഹൂദന്മാരുടെ രാജാവാണോ എന്ന ചോദ്യത്തിന് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന ഉത്തരം കർത്താവ് കൊടുക്കുന്നത് വഴിയായി ഞാൻ ഈ ലോകത്തിൽ രാജ്യം സ്ഥാപിക്കാനോ രാജാവാകാനോ വന്നവനല്ല എന്നുള്ള സൂചന പീലാത്തോസിന് വ്യക്തമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞു, ഇവനെ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല, ഇവനെ ശിക്ഷ വിധിക്കാൻ തക്ക കുറ്റങ്ങളൊന്നും ഇവനിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സഹോദരങ്ങളെ തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം ഈശോ വ്യക്തമാക്കുന്നുണ്ട്. 37-ാമത്തെ വാക്യമാണ്, സത്യത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് അവിടുത്തെ രാജത്വത്തിൻ്റെ സ്വഭാവം. സത്യമെന്നത് വചനം അഥവാ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് എന്ന് 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതും നമ്മൾ വ്യാഖ്യാനിച്ചതുമായ വചനമാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഈശോയിലൂടെയുള്ള ഈ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അതിന് വിശ്വാസത്തിലൂടെ ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുന്നവരാണ് തൻ്റെ രാജ്യത്തിലെ അംഗങ്ങളെന്ന് ഈശോ ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ രാജാവാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ രാജാവായ യേശു കർത്താവിനോട് ചേർന്ന് അവൻ്റെ രാജത്വത്തിന് കീഴിൽ ജീവിക്കുന്നവരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടെ വളരാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകട്ടെ.